അത്തരത്തിലൊരു സ്വാധീനം ഉണ്ടാക്കാനുള്ള ഒരു പ്രഭാവം ഇപ്പോഴും കെ സുധാകരനുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ പലരുമുണ്ട്. കാരണം പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ കോഴിക്കോടായാലും കാസർഗോഡായാലും വിവിധ മണ്ഡലങ്ങളിൽ കെ സുധാകരന് നല്ല ഹോൾഡ് ഉണ്ട്. അപ്പോൾ ആ കെ സുധാകരനെ മത്സരിപ്പിക്കുന്നില്ല, കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ, അത്തരത്തിലൊരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് എത്തിച്ചേരുന്നതെങ്കിൽ അത് പല മണ്ഡലങ്ങളിലും ബാധിക്കും എന്നുള്ളൊരു കണക്കുകൂട്ടൽ കൂടി കോൺഗ്രസിന് മുന്നിൽ ഉണ്ടാകില്ലേ? പാർട്ടി അത് കൃത്യമായിട്ട് വിലയിരുത്തി കാണും. കാരണം ഈ ഘട്ടത്തിൽ കെ സുധാകരന് സീറ്റ് നൽകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡും അതുപോലെ തന്നെ സംസ്ഥാനത്തു നിന്നുള്ള നേതൃത്വവും എത്തി. കെ സുധാകരന്റെ ജനസ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൃത്യമായി അളന്നു തൂക്കിയ ശേഷമായിരിക്കാനാണ് സാധ്യത. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കെ സുധാകരൻ ഈ സീറ്റിന്റെ കാര്യത്തിനകത്ത് അപ്രീതി പ്രകടിപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് എത്രത്തോളം ജനസ്വാധീനമുണ്ട് എന്നുള്ള കാര്യം പാർട്ടി കൃത്യമായി നിരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ബോധ്യം. എനിക്കുള്ള ഒരു ബോധ്യം. പൊതുവെ അങ്ങനെ കോൺഗ്രസ് നേതൃത്വം ഒരു വിലയിരുത്തലിലെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇത്തരത്തിലുള്ള ജനപിന്തുണ, പഴയതുപോലുള്ളൊരു ജനപിന്തുണയില്ല, പിന്തുണക്കാൻ ആൾക്കാരും ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കെ സുധാകരൻ എത്തി എന്നുള്ളൊരു വിലയിരുത്തൽ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര കടുത്തൊരു തീരുമാനത്തിലേക്ക്, സീറ്റ് നൽകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് മുറിവേൽക്കാത്ത തരത്തിലുള്ള നീക്കങ്ങളായിരുന്നു ഉദ്ദേശിച്ചിരുന്നതെങ്കിലും അദ്ദേഹം ആ ഘട്ടത്തിൽ ഇതിനെതിരെ, സീറ്റ് നിഷേധത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന അല്ലെങ്കിൽ പരസ്യമായി ഈർഷ്യ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് തിരിച്ചുള്ള പ്രയോഗവും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായത്. ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല എന്നുള്ള നീക്കവും തീരുമാനവും കെ സി വേണുഗോപാലിന്റെ ഭാഗത്തുണ്ടായത് ആ ഘട്ടത്തിലാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ടി.ഒ. മോഹനന്റെ പേര് മാറ്റിയിട്ടില്ല. നിലവിലും സ്ഥാനാർത്ഥി പട്ടികയിൽ ടി.ഒ. മോഹനൻ തന്നെ നിലനിൽക്കുന്നു, ഇടം പിടിക്കുന്നു എന്നുള്ളതാണ് വിശദാംശങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വിജേഷ് ഗോവിന്ദൻ കണ്ണൂരിൽ നിന്നും, ഡി ധനസുമോദ ഡൽഹിയിൽ നിന്നുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.